കൊച്ചിയിൽ 54 വയസ്സുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ പിടിയിലായ പ്രതി ഫിർദോസ് അലിയുമായി പോലീസ് തെളിവെടുക്കുകയാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായുണ്ട്. പ്രതിയുമായുള്ള തെളിവെടുപ്പ് ആരംഭിച്ചോ? തെളിവെടുപ്പ് ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തെളിവെടുപ്പ് ആരംഭിക്കും. ബുധനാഴ്ച രാത്രിയിലാണ് നഗരത്തെ നടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് പ്രതിയും ഒപ്പം ഈ പീഡനത്തിന് ഇരയായ സ്ത്രീയും. അവരെ 500 രൂപ വാഗ്ദാനം ചെയ്ത് കൊച്ചി മെട്രോ ഭാഗത്തേക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ മെട്രോ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞ് നീങ്ങിയത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കമ്മട്ടിപ്പാടം ഭാഗത്തേക്കാണ്. അവിടെ ഇറങ്ങിയതിനു ശേഷം റെയിൽവേ ട്രാക്കിലൂടെ അല്പദൂരം നടന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പൊന്നുരുന്നി മാർഷലിംഗ് യാർഡ് ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. അവിടെ വെച്ച് റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് ഈ സ്ത്രീയെ പ്രതി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് മുങ്ങി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇതുവഴി എത്തിയ ഒരു യുവാവാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീ അവശനിലയിൽ കിടക്കുന്നു എന്ന കാര്യം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഈ പീഡനം കൂടാതെ ഇവർക്ക് കാര്യമായ തോതിൽ മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആശുപത്രി പരിശോധനകൾ വ്യക്തമാക്കുന്നത്. അതേസമയം CCTV ദൃശ്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിൽ ഇവർ ഓട്ടോറിക്ഷയിൽ കയറുന്നതിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഈ ഓട്ടോറിക്ഷ പോയ വഴികളും മറ്റും പിന്തുടർന്ന് ദൃശ്യങ്ങളിലൂടെ പിന്തുടർന്നു. അങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നതും പ്രതി പിടിയിലാകുന്നതും. ഇയാളെ ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും, മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. അതേസമയം ഇയാൾക്ക് നേരത്തെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പൂർവ്വകാല ചരിത്രമുണ്ടോ, മറ്റേതെങ്കിലും കേസുകൾ സംസ്ഥാനത്ത് കേരളത്തിൽ ഇയാളുടെ പേരിലുണ്ടോ, അസമിൽ ഇയാളുടെ പേരിലുണ്ടോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി വേണം അന്വേഷണം നടത്താൻ. അല്പസമയത്തിനകം പ്രതിയുമായി ഇവിടെ തെളിവെടുപ്പിന് എത്തും. പ്രദീപ്, ഈ 56-കാരിയുടെ ആരോഗ്യാവസ്ഥ, അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇവരുടെ ആരോഗ്യാവസ്ഥ ഗുരുതരമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പീഡനത്തിലൂടെ ഉണ്ടായ പരിക്കുകൾ കൂടാതെ തന്നെ ഇവർക്ക് മർദ്ദനം ഏറ്റിട്ടുമുണ്ട്. ഇയാൾ തന്നെ മർദ്ദിച്ചതാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇവർക്ക് പരിക്കേറ്റതാണോ എന്നത് വ്യക്തമല്ല. മാത്രവുമല്ല, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി കുറേ നേരം അവർക്ക് ട്രാക്കിന് അടുത്ത് കിടക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പരിക്കുകൾ സാരമുള്ളതാണ്. പക്ഷേ ജീവാപായം എന്നൊന്നും പറയാറായിട്ടില്ല. എങ്കിൽ തന്നെ ഗുരുതരമായ പരിക്കുകളാണ് ഇവർക്കുള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ വിശദമായ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യും. ശരി, പ്രദീപ് ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.